ഇത് മന്ത്രം കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമല്ല അംബികെ. കർമ്മം കൂടി ചെയ്യണം. മനസ്സിലായില്ലമ്മേ. പറയാം അംബികെ. പ്രതാപന്റെയും പത്മയുടെയും രക്ഷകർത്താവ് അംബികയാണെന്ന് വരുത്തി തീർക്കണം. പ്രതാപന്റെ മനസ്സിന്റെ സൂക്ഷിപ്പുകാരി അംബികയായിരിക്കണം. പ്രതാപന് തന്റെ അമ്മയും ദൈവവും എല്ലാം അംബികയാണെന്ന് തോന്നണം. അല്ലമ്മേ, അതിപ്പോഴും അങ്ങനെയല്ലേ? അല്ലല്ലോ. അംബിക പ്രതാപനെ എങ്ങനെയും തകർത്ത് അധികാരിയാകാനല്ലേ ശ്രമിക്കുന്നത്. അങ്ങനെ ആയിക്കോ. മനസ്സിൽ ആ ഉദ്ദേശം ഉണ്ടെങ്കിലും അംബികയുടെ പ്രവൃത്തിയിൽ അങ്ങനെ തോന്നരുത്. പത്മയുടെയും പ്രതാപന്റെയും എല്ലാം അംബികയാണെന്ന് അവർക്ക് തോന്നണം. അംബികയോട് ചോദിക്കാതെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പാടില്ല. എന്നുവച്ചാ അവരുടെ കല്യാണം മുതല് അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും അംബികയുടെ കയ്യിലായിരിക്കണം. അംബിക പറയുന്നത് അനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയായിട്ട് പ്രതാപൻ മാറണം. മനസ്സിലായമ്മേ. അംബിക പ്രതാപനെ വഞ്ചിക്കുകയാണെന്ന സത്യം ഒരു കാരണവശാലും പ്രതാപൻ അറിയാൻ പാടില്ല. കാലക്രമേണ അവരുടെ സ്വത്തുക്കളും അധികാരങ്ങളും എല്ലാം അംബികയുടെ പേർക്ക് വന്നോളും. അതിനായി ഞാൻ കർമ്മം ചെയ്തോളാം. ഇപ്പം മുതൽ ധരിക്കാനായി ഞാനൊരു രക്ഷയും ജപിച്ചു തരാം.